1 പത്രോസ് 1-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ, നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. നിത്യതയെ ഉള്ളിൽ ഒരാവേശമാക്കിക്കൊണ്ട് നടക്കുന്ന ദൈവഭക്തന്മാർക്ക് വളരെയേറെ സന്തോഷം പകരുന്ന ഒരു വചനമാണ് ഇപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. യഥാർത്ഥ ക്രൈസ്തവർ ഈ ലോകത്തിൽ നാനാവിധമായ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരാണ്. നാനാ പരീക്ഷകളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോഴും അതിലവർക്ക് ദുഃഖമുണ്ടെങ്കിലും അവരെ ആനന്ദിപ്പിക്കുന്ന ഘടകം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുകയാണ്. ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങളും. എന്നാൽ അതിൻ്റെ നടുവിൽ അവർ സന്തോഷിക്കുന്നു. അതിൻ്റെ കാരണം 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതായ ഒരവകാശത്തിനായി തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഈ കാഴ്ചപ്പാടുള്ളിൽ കയറിയ ഭക്തന്മാർക്ക് നാനാ പരീക്ഷകൾ ഒരു വിഷയമല്ല, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നൊക്കെ അവരതിനെ വിളിക്കും. അപ്പോൾ തന്നെ അവരതിനെ അതിലാനന്ദിക്കുന്നു. ഈ കാഴ്ചപ്പാട് സഭകളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ തിങ്ങുന്ന ഹൃദയവുമായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവദിനം പഠിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ ആ ജനത്തിൻ്റെ അവസ്ഥ അത്ര സുഖകരമായ ഒരവസ്ഥയല്ലായിരുന്നു. ഒന്ന്, അവർ നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കുന്നവരായിരുന്നു. 2, ജാതികൾ അവരെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് വിളിച്ച് ദുഷിച്ചിരുന്നു. അന്യായമായി കഷ്ടവും സങ്കടവും സഹിക്കുന്നവരായിരുന്നു അവരിൽ പലരും. നീതി നിമിത്തം കഷ്ടവും ഭീഷണിയും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നു. ക്രിസ്തുവിലുള്ള അവരുടെ നല്ല നടപ്പിനെ മറ്റുള്ളവർ ദുഷിച്ചിരുന്നു. ജഡത്തിൽ കഷ്ടമനുഭവിക്കുന്നവരും അഗ്നിശോധനയിലൂടെ കടന്നുപോയവരുമായിരുന്നു ബഹുഭൂരിപക്ഷം വിശ്വാസികളും. മാത്രമല്ല, ഇതിനു പുറമെ കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടാക്കന്മാരുടെയും ആക്രമണങ്ങൾ അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തോട്, വിശ്വാസ സമൂഹത്തോട് പൗലോസ് പറയുന്നത് തീർച്ചയായും അവരിൽ എത്രമാത്രം ആവേശം ഉണ്ടാക്കി കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ ആശ്വാസപ്രദമായിരുന്നില്ല. എന്നാൽ അതിൻ്റെ നടുവിലും അവരെ ആനന്ദിപ്പിച്ചത്, അവരെ സന്തോഷിപ്പിച്ചത് നിത്യതയെക്കുറിച്ചുള്ള ദർശനം ആയിരുന്നു എന്നുള്ളത് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ പ്രസ്താവിച്ചത്. നിത്യതയെക്കുറിച്ചുള്ള ദർശനം അകത്ത് കയറിയാൽ, നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ ആരംഭിച്ചാൽ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ലോകം കൊടുക്കുന്ന നിന്ദകളും ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന അവഗണനകളും ലോകത്തിൽ അവർക്കുണ്ടാകുന്ന കഷ്ടങ്ങളും സാരമില്ല എന്ന് എണ്ണുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഇത് നാം പ്രത്യേകം കുറിക്കൊള്ളേണ്ട വചനമാണ്. സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് കളം മാറ്റി ചവിട്ടുന്നവരല്ലായിരുന്നു 1-ാമത്തെ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ. പ്രാർത്ഥിച്ച് ഒരു കാര്യം നടന്നില്ലെങ്കിൽ പിന്മാറിപ്പോകുന്നവരല്ലായിരുന്നു അവർ. സഭയിൽ നിന്ന് ഏതെങ്കിലും നിലയിലുള്ള തിക്താനുഭവങ്ങൾ വന്നാൽ അടുത്ത സഭ ചാടിപ്പോകുന്നവരായിരുന്നില്ല അവരാരും. നേതാക്കന്മാരുടെ ജീവിതത്തിൽ അമാതൃക കാണുമ്പോഴും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടായിരുന്നു അവരുടെ ജീവിതയാത്ര.
അതുകൊണ്ട് അവരുടെ സന്തോഷത്തിന് ഒട്ടും ഭംഗം വന്നില്ല, പ്രത്യാശയ്ക്ക് ഒട്ടും ഭംഗം വന്നില്ല. അവരിലുള്ള പ്രത്യാശയെക്കുറിച്ച് ചോദിക്കുന്ന ആരോടും ശരിയായ ഉത്തരം കൊടുക്കുവാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ള ജീവിതം അവർ നയിച്ചിരുന്നവരാണ്. അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മുടെ അവസ്ഥയോ? നാം ചിലപ്പോൾ ആത്മീകരാണ്, ചിലപ്പോൾ ജഡികന്മാരാണ്, ചിലപ്പോൾ അനാത്മീകരാണ്. സഭാമധ്യത്തിലും 10 വിശ്വാസികളുടെ മുമ്പിലും ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് നാം നിൽക്കും. രഹസ്യജീവിതത്തിലും ഭവനത്തിലും വ്യക്തിപരമായ ഏതെങ്കിലും വിഷയങ്ങളിൽ ഏർപ്പെടേണ്ടി വരുമ്പോഴും നമ്മുടെ ജഡമനുഷ്യൻ്റെ തനി സ്വഭാവം നാം വെളിപ്പെടുത്തും. ഇരട്ടത്താപ്പ് ജീവിതം ദൈവജനം ഒരിക്കലും അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നിത്യതയുടെ ദർശനം നമ്മുടെ ഉള്ളിൽ തരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം മാറ്റമില്ലാത്തതാണ്. ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ വരുത്തുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാ